ഹലോ, നമുക്കിന്നൊരു റവ വട റെഡിയാക്കിയല്ലോ. അപ്പം വളരെ സിമ്പിളാണ്, നമ്മളുടെ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി അതിനകത്തോട്ട് എണ്ണ വയ്ക്കണം. ആ എണ്ണ നല്ല തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഈ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വാട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് ചതച്ച മുളകില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ റവ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കുക. ഒരു മിനിറ്റ് നേരമൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ചേർക്കണം. നമ്മൾ വെള്ളം ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വരട്ടെ. നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ലാസ്റ്റ് നമ്മൾ ഇതേപോലെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു ഇതില്ലേ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിൻ്റെ ഈ ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ബൗളിലിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ കുറച്ച് കൂടുതൽ നേരം കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുഴച്ചൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോൾസ് ആക്കണം. അപ്പം ഇതിനകത്തു നിന്ന് തന്നെ നമ്മൾ ബോൾസ് ആക്കി ഈ സെയിം പാത്രത്തിലൂടെ തന്നെ നമ്മൾ ബോൾസ് ആക്കി ഇടുന്നുണ്ട്. ഒരു ചെറിയ ബോളും അല്ല, എന്നാലും ഒത്തിരി വലിയ ബോൾസ് അല്ല, അതേപോലെ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ചെറിയ ഇതായിപ്പോയി, പിന്നെ ചെയ്ത് തന്നപ്പോൾ കുറച്ച് വലുതായിപ്പോയി, അളവൊക്കെ മാറിപ്പോയി. അപ്പോൾ നമ്മൾ ഇതേപോലെ ബോൾസ് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ബോൾസ് എല്ലാം ഉണ്ടല്ലോ, നമുക്കിനി നമുക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം നമുക്ക് അതേപോലെ ആക്കാം. അപ്പം ഞാൻ നമ്മുടെ ഉഴുന്നുവടയുടെ ആ ഒരു ഷേപ്പ് തന്നെ ഇങ്ങനെ പരത്തിയിട്ട് അവിടെ നടുക്കായിട്ടൊരു തുള ഇട്ട് കൊടുത്ത്, പിന്നെ റവയല്ലേ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ നല്ല ശ്രദ്ധിച്ചൊക്കെ അതിന് ഹോൾ ഇടുന്നത്. അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ഈസി പരിപാടി, നമ്മൾ ചട്ടി വെച്ച് എണ്ണ നല്ല തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ നല്ല തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റവ വട ഉണ്ടല്ലോ, അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച് വരണം കേട്ടോ എണ്ണ, എന്നിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇത് നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കാൻ നിൽക്കരുത്, ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊരു കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം ഒന്ന് സെറ്റായി വരാൻ വേണ്ടി. എന്നിട്ട് മാത്രമേ ഇത് ഇളക്കി കൊടുക്കാവുള്ളൂ. ഇട്ട ഉടനെ തന്നെ മറിച്ചിടാൻ നോക്കരുത്, അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പം നമ്മളെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റായി വരട്ടെ. കളറൊക്കെ മാറി വന്നിട്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പൊട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതൽ. എൻ്റെ ഒരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട്, അത് ഞാൻ പെട്ടെന്ന് തിരിച്ചിടാൻ നോക്കിയതാണ്. അങ്ങനെ നമ്മുടെ റവ വടയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മൊരാന്നിരിക്കും, അടിപൊളിയായി. ഇത് നമുക്കിനി കോരി മാറ്റി വെക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ.